ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. എൻ്റെ ഫേവറേറ്റ് കറികളിൽ ഒന്നാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടിലെ മാങ്ങ തന്നെയാണ്. ഇപ്പം മിക്ക ദിവസവും മാങ്ങാക്കറി തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു 6 മാങ്ങ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടി ആവശ്യമായ ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായിട്ട് തിരുമ്പി നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. കുറച്ച് തേങ്ങയും ജീരകപ്പൊടിയും പച്ചമുളകും കൂടെ എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ തിളച്ച് വന്ന മാങ്ങയിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളപ്പോൾ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം അങ്ങനെ തിളപ്പിച്ചെടുക്കാൻ പാടില്ലെന്നാണ് പറയണേ. ഞാനങ്ങനെ തിളപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് കടുക് വറക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക്, കൊച്ചുള്ളി, കരിയാപ്പില, കടുക് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ മാങ്ങാക്കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണോ മാങ്ങാക്കറി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടാറ്റാ.